വീടാണ് അത്ഭുതമാം കുടുംബമിത് ചുറ്റും നോക്കൂ കാണുന്നു ഇവരുടെ ജീവിതം രസകരം അടിപൊളി ഗ്ലോറിയയ്ക്കൊരു കൂട്ടായി പൂച്ചയുമുണ്ട് എന്നും ഈ വീട്ടിൽ സംഭവങ്ങൾ അടിയും ഇടിയും എന്നും സുലഭം പലർക്കും ഇത് തലവേദന ഒടുവിൽ ചിരിയും കാണാനും കേൾക്കാനും ഒരുപാടുണ്ട് ഇത് ചിരിയല്ല കളിയല്ല ജീവിതമാണ് എന്നും അയലത്തുകാർ പോലും ഇവരുടെ സ്വന്തം വരുവിൻ ഒരുമിച്ച് ഗ്ലോറിയയുടെ വീട്ടിൽ വീട് മറക്കില്ലാരും ഒരു സാഹസിക യാത്രയ്ക്ക് ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. Come on, Nick, പോകാൻ സമയമായി. സഹായിച്ചതിന് നന്ദിയുണ്ട് മോനെ. ഈ ബാഗിനകത്ത് എന്താണ്? ഇതെന്റെ ഫേവറേറ്റ് കളക്ഷൻസാ. എനിക്കിതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമേ അല്ല മോനെ. ഓ, ഞാനിതാ എത്തി മോസസ്. എന്താ നിനക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങിക്കൂടായിരുന്ന മോളി? മോനെ അതൊന്ന് വലിച്ചു കെട്ട്. ഓ, ആരെയോ എന്തിനെയോ ഞാൻ മറന്ന പോലെ ഉണ്ടല്ലോ. നമ്മളൊന്നും മറന്നില്ലല്ലോ അല്ലേ ഗ്ലോറിയ? അത് നമുക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ആള് തന്നെയാണ്. ഓ, അത് നീയായിരുന്നോ? നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയാമോ? നിനക്ക് ആ സ്ഥലം വളരെ ഇഷ്ടപ്പെടും. എന്തോ മണക്കുന്നുണ്ടല്ലോ ഇവിടെ. ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു ആ മണം. ഇതേത് വഴിയാ മോളെ? ഈ സ്ഥലം കുറെ മാറിയിട്ടുണ്ട്, കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. വഴി മാറിപ്പോയോ മോളെ? ഹലോ, നിങ്ങൾ എന്താ ഈ റോഡിൽ ചെയ്യുന്നത്? ദൈവമേ, എന്ത് നടക്കാൻ പോകുന്ന എന്തോ. ഞാൻ സർജൻ ടൂൾസ്, ട്രാഫിക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. എന്തായാലും ട്രാഫിക് റൂൾസ് തെറ്റിച്ചതിന് നിങ്ങൾ ഫൈൻ അടയ്ക്കണം. ഹലോ, അതാരാ? എന്റെ അമ്മയ്ക്ക് വിക്ടോറിയ റോഡിലേക്കുള്ള വഴി ഓർക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ. എന്തായിരിക്കും സംഭവിച്ചത്? ഓ, അയാൾ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചു മാഡം. നാശം. എന്റെ സഹായം വല്ലതും വേണോ? ഇവർക്ക് വിക്ടോറിയ റോഡിലേക്കുള്ള വഴി അറിയണം, ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അത്രേ ഉള്ളൂ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഓ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ ഈ യാത്ര രസകരമായിരിക്കുമെന്ന്. എന്റെ പുറകെ വരൂ. ഇത് തന്നെയാണ് നമ്മുടെ പുതിയ വീട്. നല്ല ഭംഗിയുള്ള വീടാണല്ലോ. ഞാൻ വളർന്നിട്ടും ഈ വീടിന് ഒരു മാറ്റവും വന്നിട്ടില്ല. പഴയതാണെങ്കിലും നല്ല വീടാ. എല്ലാരും പെട്ടിയും കിടക്കൊക്കെ എടുത്തു, നമുക്ക് അകത്തോട്ട് കേറാം.
ഇനി പുതിയതായി പെയിന്റ് അടിക്കണം, അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കാം. ഇപ്പൊ വൃത്തിയായില്ലേ മോളെ? മുകളിലേക്ക് എങ്ങനെയാ പോകുന്നത്? അതിനൊറ്റ വഴിയേ ഉള്ളൂ. ദാ അതിൽ പിടിച്ചോ. ദാ ഓ, ഇവിടെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഓടിച്ചാടി കളിക്കാൻ നിറയെ സ്ഥലമുണ്ടല്ലോ. നിക്കെന്താ ഇവിടെ? ഇവിടെ മതി എനിക്ക്. ഇത് എന്റെ സ്ഥലമാണ്. അവിടെയാണ് നിന്റെ സ്ഥലം. അല്ല, ഇവിടെ എന്റെ സ്ഥലമാണ്. അവിടെയാണ് നിനക്ക്. നീ അവിടെയാ, ഞാനാ ഇവിടെ. പക്ഷെ ഞാൻ നിന്നേക്കാളും മൂത്തതല്ലേ? ഞാനാ ഇവിടെ ആദ്യം വന്നത്. എന്താ അതിന് വല്ല കുഴപ്പമുണ്ടോ? ശരി, എന്നാ നീ തന്നെ ഇവിടെ അങ്ങ് എടുത്തോ. ഇവിടെ ഒരിടത്തും ഒരു ഷെൽഫ് പോലും ഇല്ലല്ലോ. കഷ്ടം തന്നെ. ഓ, എനിക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ നേരം വെളുത്തു. ഉറങ്ങിയത് മതി, എണീക്ക്. ദാ നോക്ക്, ഇത് നിനക്ക് വേണ്ടി മാത്രം വാങ്ങിയതാണ്. ഇത് സാധാരണ പാലല്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഡാഡി. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്ന് നമ്മുടെ അയൽക്കാരെ എല്ലാം പോയി കണ്ട് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോന്ന്. എന്താ ഡാഡിയുടെ അഭിപ്രായം? അതൊരു നല്ല ഐഡിയ. ഈ വീട്ടിലാരും താമസം ഇല്ലെന്ന് തോന്നുന്നു. ഇറങ്ങി തിരിച്ചത് നാണക്കേടായോ? അത് കുഴപ്പമില്ല, ഇനി നമുക്ക് ഒരുപാട് അയൽക്കാരെ കാണാനുണ്ടല്ലോ അല്ലേ? ഇത്രയും അയൽക്കാരെ കണ്ടു കഴിയുമ്പോ ഒരാഴ്ചയാകും. എനിക്കൊരു ഐഡിയ തോന്നുന്നു. ഈ സ്ട്രീറ്റിലെ എല്ലാവരെയും നമുക്കൊരു പാർട്ടിക്ക് വിളിച്ചാലോ? എന്താ? അത് നല്ല ഐഡിയ ആണ് ഗ്ലോറിയ. ഒരു പാർട്ടി നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഒരു പാർട്ടി നടത്താനുള്ള സ്ഥലവും ഇവിടെയുണ്ട്. എല്ലാരെയും ക്ഷണിച്ചോളൂ. അലങ്കാരം തുടങ്ങാം. ഞാൻ മ്യൂസിക്, ഞാൻ ഭക്ഷണം, പിന്നെ വായിക്കാൻ പുസ്തകങ്ങൾ. ബിൽ, ഇവിടെ ഇങ്ങനെ കിടക്കാതെ വെളിയിൽ പോയി കുറെ കൂട്ടുകാരെ കണ്ടാക്കാൻ നോക്ക്. ഓ, ഒരു കുഞ്ഞു പൂച്ച. നിനക്ക് എന്തെങ്കിലും പറ്റിയോടോ ചക്കരെ? നീ എങ്ങോട്ടാ? അയ്യോ അയ്യോ, എന്റെ മോള്.
മടിയനാകാൻ കാരണം എന്താണെന്നറിയോ? എക്സസൈസ് ചെയ്യാത്തത് കൊണ്ടാ. നിന്നെ ഇനി ഇങ്ങനെ മടിയനായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ, ഇറങ്ങി നടക്ക്. ഡാഡി നിനക്ക് എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ? ആ, നീ ഇവിടെ നിന്നാ മതി. ഇവിടെ ഒരു കുഴപ്പവും ഇല്ല. ഈ പാർട്ടി നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കണം. നല്ല മണമുണ്ട്, നന്നായിരിക്കും തോന്നുന്നു. നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ പൈനാപ്പിൾ സലാഡ് തരാൻ പുതുതായി പഠിച്ചതാ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്റെ മോനവിടെ മ്യൂസിക് തുടങ്ങിക്കഴിഞ്ഞു. ഓ, ഇത് കേട്ടാൽ ഇന്ന് ഇവിടെ എല്ലാവരും ഡാൻസ് ചെയ്യും. നമ്മുടെ അയൽക്കാരൊക്കെ എങ്ങനെ ആയിരിക്കുമോ എന്തോ. ഓ, ഈ ഹോളിഡേയ്സ് കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് വീട്ടിലേക്ക് പോവുകയല്ലേ. ഓ, ഇനി വീട്ടിലേക്ക് പോയിട്ട് വേണമെന്ന് നടുവ് നിവർത്താൻ. എന്തൊരു ക്ഷീണം. നോക്കൂ ബേറി ഡാർലിംഗ്, നമ്മുടെ വീടിനപ്പുറത്ത് പുതിയ താമസക്കാർ വന്നിരിക്കുന്നു. ഓ, ഒരു ഗാർഡൻ പാർട്ടി. ഡാർലിംഗ്, ഇന്നാണ് ആ പാർട്ടി. നമുക്ക് തീർച്ചയായിട്ടും പോണം. വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്ന പാർട്ടിയാ. വരൂ കുട്ടികളെ, വേഗം വേഗം. ആ, ആ വീട്ടിൽ നേരത്തെ താമസിച്ചിരുന്ന ആ സ്ത്രീ പോയത് വളരെ നന്നായി. ഈ സ്ട്രീറ്റിന് തന്നെ ആ സ്ത്രീ ഒരു നാണക്കേടായിരുന്നു. ഇനിയിപ്പോ ഈ പുതിയ താമസക്കാരെങ്ങനെ ആയിരിക്കുമോ ആവോ. മമ്മി, നീ ഒന്ന് വേഗം പോയി റെഡിയാവ്. അല്ല ഡാർലിംഗ്, ഞാൻ ചിന്തിക്കുകയായിരുന്നു പുതിയതായി വന്ന താമസക്കാരെ കുറിച്ച്. അവരെക്കാളും ഗമ ഒട്ടും കുറഞ്ഞു പോകാൻ പാടില്ല നമുക്ക്. അത് ശരിയല്ലേ? ഡാഡി, നീ ഇങ്ങനെ വായി നോക്കി നിൽക്കാതെ ആ പുതിയ സൂട്ടും ഗൗണും എടുത്തിട്. ഇത് പോരെ മമ്മി? പറയുന്ന കേട്ടാ മതി. സമയം 6:30 പാർട്ടി തുടങ്ങാറായിട്ടുണ്ടാവും. ഓ, ഒന്ന് മിണ്ടാതിരിക്കെ. സമയത്തിന് പോയാൽ അവര് വിചാരിക്കും നമ്മൾ വെറും കൺട്രീസ് ആണെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ലേറ്റ് ആക്കുന്നത്. എന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ അവിടെ ഉണ്ടാകുമോ മമ്മി? ചെന്നാലല്ലേ അറിയാവൂ. ഓ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ പുതിയ ഫ്രോക്ക് തന്നെ ഇടണമെന്ന്. ഇത് കണ്ടില്ലേ മമ്മി, നല്ല കുടപോലുള്ള ഫ്രോക്കാ. ഓ, ഇത് കുട പോലിരിക്കുന്ന ഫ്രോക്കാണോ? കണ്ടില്ലേ അവള് പറഞ്ഞത്. നീ എന്റെ മോള് തന്നെ. ഓ, നിനക്ക് ഇഷ്ടമുള്ളത് ഇട്ടോ. ഇത്രയും സമയമായിട്ടും ഇതുവരെ ഇവിടെ ആരും വന്നില്ലല്ലോ, അതെന്താ? എനിക്കിതാ മനസ്സിലാവാത്തത്. ഇപ്പോൾ ഗ്രാമത്തിലായിരുന്നെങ്കിൽ എല്ലാവരും എത്തിക്കഴിയുമായിരുന്നു അല്ലേ? എന്റെ ഡ്രസ് നന്നായിട്ടുണ്ടല്ലേ മമ്മി? ആര് പറഞ്ഞു എന്റെ ഡ്രസ് തന്നെയാ നന്നായിരിക്കുന്നേ? നമ്മളെ എല്ലാവരെയും കാണാൻ വളരെ നന്നായിരിക്കുന്നു. ഒരു കുഴപ്പവുമില്ല. ഓക്കെ ബാരി, ഇനി കോളിംഗ് ബെൽ അടിച്ചോളൂ. ഓക്കെ ഡാർലിംഗ്, തീർച്ചയായും. ഇനി നമുക്കെല്ലാവർക്കും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കാം. നിങ്ങൾക്ക് സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. നോക്കൂ ബാരി, അവര് പോലും ജോലിക്കാരെ നിർത്തിയിരിക്കുന്നത് കണ്ടോ? അകത്തേക്ക് വരൂ. മോളി, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. അതിഥികൾ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ. ഞങ്ങൾ ലേറ്റായില്ല, ഞങ്ങൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഞാനാണ് ഗ്ലോറിയ. ഞാൻ മെൽസൺ. എനിക്ക് 10 വയസ്സായി. എനിക്കും 10 ആണ്. ഞാൻ ബേറി. ഞാൻ മോസസ്. ഇത് മോളി. പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇത് എന്റെ ഭാര്യ ദൊറോത്തി. ആ, ദൊറോത്തിയോ? അതെ, ഞാൻ എപ്പോഴും നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ? ഞാനും എപ്പോഴും നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആയിരിക്കും. നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ച്? നിങ്ങൾക്ക് തെറ്റുപറ്റിയതാവും. അല്ല, പിന്നെ ഞാൻ ആന്റിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലായിരുന്നു. നമ്മൾ അന്ന് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഓർക്കുന്നില്ലേ? നമ്മൾ അവിടെ എല്ലാം ചുറ്റി നടന്ന് കാണുമായിരുന്നു. ഞാൻ ഞാൻ നിങ്ങളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചിലപ്പോ നിങ്ങൾ ദൊറോത്തിയെ ടിവിയിൽ കണ്ടിട്ടുണ്ടാവും. ഇവൾ അതിലൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഡേ ടൈം വിത്ത് ദൊറോത്തി. ഓ, ഞങ്ങൾ TV കാണാറേ ഇല്ല. ആരാ അവിടെ ഡ്രംസ് വായിക്കുന്നത്?
അതെന്റെ സഹോദരനാണ് ബീച്ച്. കുഴപ്പമില്ല, അവനൊരു പാവാ. അതാരാ? റോഡ്നി എന്റെ സഹോദരനാ. കുഴപ്പമില്ല, അവനൊരു ആന മണ്ടനാ. വരൂ, ഞാൻ ഈ വീടിനകമൊക്കെ കാണിച്ചു തരാം. ഞാൻ ഉദ്ദേശിച്ചത് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. എന്ത് വേസ്റ്റ് മാനേജ്മെന്റോ എന്ന് വെച്ചാൽ എന്താണ് ബേറി? അത് ഇതുപോലുള്ള വേസ്റ്റുകളെ മാനേജ് ചെയ്യുന്നു. ഇതുവഴി. ഈ വാൾപേപ്പർ വളരെ ഭംഗിയുണ്ട്. കൊള്ളാല്ലേ? ഞങ്ങൾക്കും വളരെ ഇഷ്ടമാണ്. അതെന്താ ഗ്ലോറി? ഓട്ടോമാറ്റിക് ഡോർ ക്ലോസർ. പിന്നെ ഓട്ടോമാറ്റിക് ഡോർ ക്ലോസർ ചുമ്മാ പറയുന്നതാ. എന്നാൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് എന്റെ ഓട്ടോമാറ്റിക് ഡോർ ക്ലോസർ? വരൂ, ഇനി നമുക്ക് എന്റെ റൂമിലേക്ക് പോവാം. രണ്ടുപേര് ഇതിനകത്ത് കയറി നിൽക്ക്. ഇത് എന്ത് ചെയ്യാൻ പോകുന്നു? പിടിച്ചു നിന്നോ, ഇതാ നമ്മൾ പോകുന്നു. എന്റെ ഡ്രസ് മുഴുവൻ ചീത്തയായി. എന്റെ ഡ്രസ്സിന് കുഴപ്പമില്ലല്ലോ. അത് ഡ്രസ്സാണെങ്കിലല്ലേ കുഴപ്പമുണ്ടാവൂ. എന്റെ റൂമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിന്റെ അല്ല, നമ്മുടെ. അതാരാ? അതെന്റെ സഹോദരി നിക്കി. നിങ്ങൾ ഈ മുറി ഷെയർ ചെയ്യാണോ? സോറി, ബുക്സ് വായിക്കാൻ ഇഷ്ടമാണല്ലേ? എന്റെ അടുത്ത് ഒരുപാട് ബുക്സ് ഉണ്ട്. അതിൽ നിറയെ പിക്ചേഴ്സ് ആണുള്ളത്. ഞാൻ റോഡ്നി, നമുക്ക് പുറത്തേക്ക് പോകാം. ഞാൻ വായിക്കുക. ഓ, നല്ല ബുക്കല്ലേ? എന്ത് ബുക്കാണ്? ആസ്ട്രോണമി. എനിക്ക് ആസ്ട്രോണമി ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണെങ്കിൽ വിൻഡോയിൽ പോയി നോക്ക്. ഇഷ്ടംപോലെ നക്ഷത്രങ്ങളെ കാണാം, എണ്ണുകയും ചെയ്യാം. നല്ല ഐഡിയ. ഞാൻ ഇപ്പൊ തന്നെ നോക്കിയിട്ട് വരാം. ഓ, അതായിരിക്കും അവള് പറഞ്ഞ വിൻഡോ. ഇതെല്ലാം നല്ല ഫ്ലേവർ ആയിരിക്കുന്നു. എവിടെ നിന്നാ വാങ്ങിയത്? ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണെന്നോ? വിശ്വസിക്കാനാവുന്നില്ല. എന്തായാലും തെറ്റില്ല. നീ പാർട്ടിക്ക് വരുമെന്ന് കരുതിയില്ല ഡിയർ ഫ്രണ്ട്. വരാതിരിക്കാനാകുമോ മോസ്? അല്ല, പലതരം പ്രോഗ്രാമുകളല്ലേ തനിക്കുള്ളത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. താൻ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഞാനൊരു സംഗതി കാണിച്ചു തരാം. നോക്ക്, ഇതെന്താണെന്ന് പറയാമോ? അല്ല, ഇതെന്തോന്നാ? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ സ്നേഹിത. എനിക്കും ഒരു പിടിയും കിട്ടുന്നില്ല. പ്രിയപ്പെട്ട അയൽക്കാരെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എല്ലാവർക്കും ചേർന്ന് നൃത്തം ചെയ്യാം. വരൂ, ഇത് മ്യൂസിക് ടൈമാണ്. മേഡത്തിന്റെ പേരെന്താണ്? ദോരോത്തി. വരൂ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരു ഡാൻസ് ചെയ്യാം. വരൂലേ? 1 2 3 4. ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന സ്ത്രീ ഈ വീട് വൃത്തിയാക്കില്ലായിരുന്നോ? അതെ, അതെന്റെ പ്രിയപ്പെട്ട ആന്റി ആയിരുന്നു. കള്ളം പറയാ. എനിക്ക് തോന്നുന്നത് ഈ കുടുംബത്തിലുള്ള എല്ലാവരും കള്ളം പറയുന്നവരാണെന്നാ. വൃത്തിയിട്ട ഫാമിലി. അപ്സെറ്റ് ആവല്ലേ? എന്താ പേര് പറഞ്ഞേ? ദോരോത്തി. നിങ്ങൾ ശ്രമിച്ചാൽ നല്ലൊരു ഡാൻസറാണ്. ഇത് കഷ്ടമാണ്. കുറച്ചൊക്കെ കഷ്ടപ്പാട് സഹിച്ചാലേ കലാകാരിയാവും. അല്ലെങ്കിൽ ഞാനൊരു TV കലാകാരി തന്നെയാണ് മിസ്റ്റർ. എന്റെ മിൽസൺ ഡാർലിംഗ്, എന്റെ പൊന്നു മോളെ അവരെന്താണ് ചെയ്തത്? അതിന്റെ മോന്റെ ശബ്ദമല്ലേ? എനിക്ക് നിയമം കയ്യിലെടുക്കേണ്ടി വരും. ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയി. ഓ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് ഇതിൽ പരം ഒരു നാണക്കേട് വരാനില്ല. എന്തായാലും ഈ പെഗോട് കൂടി എന്റെ കലാപരിപാടി അവസാനിക്കുകയാണ്. ഡാർലിംഗ്, നമുക്ക് ഇവിടെ നിന്നും പോകാം. നീ അവിടെ എന്താ ചെയ്യുന്നത്? അത് ഞാൻ ഇതിലേ കൂടി നക്ഷത്രങ്ങൾ നോക്കി കാണുകയായിരുന്നു. അപ്പോഴെന്റെ കാല് തട്ടി കസേര മറിഞ്ഞു. എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇതുപോലൊരു മണ്ടനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. പാർട്ടി തുടങ്ങിയതല്ലേ ഉള്ളൂ, അതിനുമുമ്പ് പോവുകയാണോ? ഞങ്ങളില്ലേ? ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ മതിയായി. താങ്ക് യു വെരി മച്ച്. നിനക്കിപ്പോൾ തന്നെ പോണോ?
ഗുഡ് നൈറ്റ്. ഈ പാർട്ടി ഞങ്ങളെ സംബന്ധിച്ചു. ഇത് മാറ്റി വെക്കണം. ഇത് വളരെ അപകടകരമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. ശരിയാ, എനിക്കിത് മാറ്റണമെന്ന് തോന്നിയിട്ട് ദിവസങ്ങളായി. മാറ്റിക്കളയാം. ഇനി ഇതുപോലുള്ള ഒരു പാർട്ടിക്കും എന്നെ വിളിക്കരുത്. ഞാൻ വരില്ല. നാണക്കേടായി. അവളോടൊന്നും പറയാൻ പറ്റിയില്ല. എന്ത് വൃത്തികെട്ട സ്വഭാവം ആ ഗ്ലോറിയുടെ. ഗുഡ് നൈറ്റ് ഓൾ സ്റ്റാർസ്. നല്ല അയൽക്കാർ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല മോസസ്, ഞാൻ ഈ പാർട്ടി ശരിക്കും എൻജോയ് ചെയ്തു. എല്ലാം എന്റെ മോളുടെ കഴിവ് തന്നെയാണ്. മോളുടെ കഴിവിന്റെ കൂടെ എന്റെ പാചകം കൂടി ആയപ്പോൾ കലക്കി. ഇതുപോലുള്ള കുടുംബക്കാരുമായി സമയം പങ്കുവയ്ക്കാൻ എപ്പോഴും ഭാഗ്യമുണ്ടായാ മതി, അല്ലേ മോളി? നോക്കൂ ബിൽ, എനിക്ക് ഈ പാർട്ടി കാരണം ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ബെസ്റ്റ് ഫ്രണ്ടായിട്ട്. നീ വിഷമിക്കാതിരിക്കും ബിൽ, നിനക്കും ഫ്രണ്ട്സിനെ കിട്ടും കേട്ടോ. ഈ സിറ്റി നിനക്ക് പരിചയമില്ലാത്തത് കൊണ്ട് നിനക്ക് ഫ്രണ്ട്സിനെ കിട്ടാൻ കുറച്ച് സമയമെടുക്കും.